നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ വിശദ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എഡ്യൂക്കേഷൻ്റെ യഥാർത്ഥ ലക്ഷ്യം ബിക്കമ്മിങ് ആണ്, ആയിത്തീരുക എന്നത് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആയിത്തീരുക, അതിനുശേഷം അതുതന്നെ ആയിരിക്കുക, ബീയിങ്. നമ്മൾ ഹ്യൂമൻ ബീയിങ്സാണ്, ഹ്യൂമൻ തിങ്കിങ് അല്ല. മുൻ പ്രസിഡൻറ്റ് ശ്രീ എസ് രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുള്ള കാര്യം നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്തതാണ്. നമ്മളുടേതായിട്ടുള്ള ചിന്തകൾ ചിന്തിക്കണം. നമ്മളിപ്പോൾ വേറെ ആരുടെയോ ചിന്തകളാണ് ചിന്തിക്കുന്നത്. പഠിച്ച വിവരങ്ങൾ, വായിച്ച കാര്യങ്ങൾ, അതിലൂടെയാണ് നമ്മൾ ലോകത്തെ കാണുന്നത്. അത് മാറിയിട്ട് സ്വന്തം ചിന്തകൾ ഫ്രീ ആയിട്ട് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മൾ ക്രിയേറ്റീവ് ടാലൻസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ഉള്ളിലുള്ള ക്രിയേറ്ററുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാകുമ്പോഴേ നമുക്ക് ഫീലിങ്ങിലേക്ക് ഉയരാൻ സാധിക്കുള്ളൂ. കാരണം മനസ്സ് പാസ്റ്റിൽ കണക്റ്റഡായിട്ട് അതിൽ പുൾഡ് ആവുന്നത്, താഴേക്ക് വലിക്കപ്പെടുന്നില്ല. അപ്പോൾ നമുക്ക് ഫീലിംഗ്, എല്ലാവരിലും ഉണ്ടാകുന്ന ഫീലിംഗ് ഉൾക്കൊള്ളാൻ സാധിക്കുന്നു. ആ ഫീലിംഗ് മറികടന്ന് അതിനെ ട്രാൻസെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിലുള്ള ആ ബീയിങ്ങിലേക്ക് കണക്റ്റഡ് ആവും. ആ ബീയിങ്ങിലേക്ക് കണക്റ്റഡ് ആകുമ്പോൾ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? അപ്പോൾ ഈ ഒരു ചേഞ്ചിനാണ് നമ്മൾ ബിക്കമ്മിങ് ആയിത്തീരുക എന്നുള്ളത്. നമ്മൾ ചിന്തിക്കുന്നതിൽ നിന്നും ഫീലിങ്ങിലേക്കും, ഫീലിങ്ങിൽ നിന്നും ബിക്കമ്മിങ്ങിലേക്കും ബീയിങ്ങിലേക്കും മാറുന്നുണ്ടോ എങ്ങനെയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? അത് നമ്മൾ ഇൻട്രോസ്പെക്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഡയറി റെക്കോർഡിങ്ങിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതുമാത്രമേ വഴിയുള്ളൂ. നമ്മൾ സ്വയം തിരിച്ചറിയേണ്ട കാര്യമാണ്. വേറെ ആർക്കും പറഞ്ഞു തരാൻ പറ്റില്ല. ഇപ്പോൾ ഒരു വിമാനം ഭൂമിയിൽ നിന്നും ആകാശത്തിലേക്ക് ഉയരുമ്പോൾ നമ്മൾ അഥവാ ഉറങ്ങിപ്പോയി എന്ന് വിചാരിക്കുക. എങ്ങനെയാണ് മനസ്സിലാവുക ആകാശത്തിൽ എത്തിച്ചേർന്നു? നമ്മൾ ചുറ്റും നോക്കുമ്പോൾ പഴയ ദൃശ്യമല്ല. മേഘത്തിൻ്റെ മുകൾ വശം കാണും, താഴെ പെരുമഴയാവും, പക്ഷേ മുകളിലാണ് നമ്മൾ കാണുന്നത്, മുകളിൽ സൂര്യൻ കാണുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാവും വിമാനം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു, ഭൂമിയിലല്ല ഇപ്പോൾ. ഇതുപോലെ തന്നെ നമ്മൾ
മാറുമ്പോൾ, യഥാർത്ഥത്തിൽ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ വരുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് മാറുന്നു. നമ്മളുടെ ലോകത്തിനോടുള്ള നമ്മുടെ പ്രതികരണങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. മുമ്പേ വിഷമിച്ചിരുന്ന സാഹചര്യങ്ങളിലും നമുക്ക് വിഷമമില്ലാണ്ടേ മാറുന്നു. മുമ്പേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നു. മുമ്പ് ദേഷ്യം വന്നിരുന്ന സാഹചര്യങ്ങളിലൊന്നും ഇപ്പോൾ ദേഷ്യം വരുന്നില്ല. മുമ്പേ വെറുപ്പുണ്ടായിരുന്ന സമയത്ത്, നമുക്ക് അസൂയ ഉണ്ടായിരുന്ന സ്ഥലത്തൊന്നും ഇപ്പോൾ അസൂയയില്ല. അതൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ കൂടുതൽ കൂടുതൽ കംഫർട്ടബിൾ ആവുന്നു. കൂടുതൽ സ്ഥലങ്ങളിൽ, കൂടുതൽ മനുഷ്യരൊപ്പം, കൂടുതൽ സാഹചര്യങ്ങളൊക്കെ നമ്മൾ കംഫർട്ടബിൾ ആവും. നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ വേണം പ്രവർത്തിക്കാൻ എന്നാണ് ആദ്യത്തെ സ്റ്റേജ് ഉണ്ടാവും. അപ്പോൾ പഠിച്ച് വരുന്ന ഒരു ഡോക്ടറുടെ കാര്യം ആലോചിച്ച് നോക്കിയാൽ കുറച്ചുകൂടി മനസ്സിലാവും. ഒരുപാട് ഫെസിലിറ്റി ഉള്ള ഒരു സ്ഥലത്താണ് പഠിച്ചതെന്ന് ആലോചിച്ച് നോക്കും. അവിടെ നിന്നും സൗകര്യങ്ങളില്ലാത്ത ഒരു സ്ഥലത്തേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ അവിടെ എങ്ങനെ പെർഫോം ചെയ്യുന്നു? ഏറ്റവും സൗകര്യമില്ലാത്ത സ്ഥലത്തും ഡെലിവറി ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതിൻ്റെ ജോലി ഡെലിവറി പ്രവൃത്തി ചെയ്യാൻ പറ്റുന്നുണ്ടോ? അവിടെയാണ് മനുഷ്യത്വം പുറത്തേക്ക് വരുന്നത്. അതുവരെ എൻ്റെ കഴിവുകളും എൻ്റെ ടെക്നീക്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ അവിടെ വരുന്നത് എൻ്റെ മനുഷ്യത്വം. നല്ല വാക്കുകൾ പറയാൻ തുടങ്ങുന്നു, സ്നേഹത്തോടെ സംസാരിക്കാൻ തുടങ്ങുന്നു, ആൾക്കാരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ മാറുന്നു. നമ്മൾ കൂടുതൽ അവരിൽ നിന്നും പഠിക്കാൻ തുടങ്ങുന്നു. ശരിക്കും മറ്റുള്ളവരിൽ നിന്നും പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തരത്തിലുള്ളൊരു ബേസിലേക്ക് എത്തിച്ചേരണം. ഇപ്പോൾ കോവിഡ് സമയത്തും പ്രളയ സമയത്തൊക്കെ നമ്മൾക്ക് അറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അറിയുമെന്ന് അപ്പോഴാണ് തിരിച്ചറിഞ്ഞത്. ഇപ്പോൾ പ്രളയത്തിൽ നമ്മളെ രക്ഷിച്ചത് പല ഫിഷർമെനൊക്കെയാണ്. നീന്താൻ അറിയാത്ത ആൾക്കാരുണ്ടായിരുന്നു, സ്വത്തിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊന്നും സ്വത്ത് കൊണ്ടൊന്നും അവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല. അവരെ സഹായിച്ചത് നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാത്ത ഒരു ഗ്രൂപ്പ് ആൾക്കാരാണ്. ടൈറ്റാനിക് എന്നൊരു ഫിലിമിൽ അവസാനത്തെ ഒരു സീനുകളിൽ ഒന്നുണ്ട്, ഷിപ്പ് മുങ്ങുകയാണ്. അപ്പോൾ ഒരു പൈസക്കാരൻ പൈസ കൊടുത്തിട്ട് രക്ഷപ്പെടാൻ നോക്കുകയാണ്. അപ്പോൾ ഈ പൈസ എടുത്തിട്ട് ഈ കിട്ടിയ ആൾ ആകാശത്തേക്ക് വലിച്ചെറിയാണ്. അപ്പോൾ അയാൾ ഏറ്റവും പ്രധാനപ്പെട്ട ആളായി മാറിക്കഴിഞ്ഞു. പൈസക്കാരൻ ഒരു വിലയില്ലാണ്ടേ. അപ്പോൾ ഈ സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ നമ്മൾ കംഫർട്ടബിൾ ആവും. സാധാരണ ജനങ്ങളെന്ന് നമ്മൾ പറയുന്ന ആൾക്കാർ സാധാരണക്കാരല്ല എന്ന് മനസ്സിലാവാൻ തുടങ്ങും. അവരിൽ നിന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. അവരിങ്ങോട്ട് സമാധാനിപ്പിക്കാൻ തുടങ്ങും. ഡോക്ടർ വിഷമിക്കണ്ട, എന്ന് നമുക്ക് സൗകര്യം ഉണ്ടാക്കാം. എനിക്ക് എത്രയോ അനുഭവമുണ്ട് അങ്ങനെ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുമ്പോൾ അത് സാരില്ല, നമുക്ക് വഴി ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മളെ സഹായിക്കുന്നവരുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ അറിയില്ല. അപ്പോൾ അവരിൽ നിന്ന് പഠിക്കും. നമ്മുടെ ഉള്ളിലൊരു ഹ്യൂമിലിറ്റി വരുന്നു. നമുക്ക് എല്ലാവരിലും ഒരു ഏകത്വം കാണാൻ സാധിക്കുന്നു. ഇതാണ് ഉയർച്ചയുടെ ഒരു ലക്ഷണം, ബിക്കമ്മിങ്ങിൻ്റെ ലക്ഷണം. അപ്പോൾ ആ ഒരു തരത്തിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ ആ സാഹചര്യം വരണമെന്നില്ല. നമ്മൾ റെഗുലറായിട്ട് സാധന ചെയ്താൽ നമ്മുടെ ഉള്ളിലുള്ള ഈ പലതരത്തിലുള്ള മുൻവിധികളും പാസ്റ്റിനോടുള്ള പുൾസും എല്ലാം സഹജമാർഗ ധ്യാനത്തിലൂടെ ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ക്ലീനിങ് പ്രോസസ്സിൻ്റെ അത്ഭുതം. നമ്മൾ അനുഭവിക്കേണ്ട സാഹചര്യങ്ങളുടെ അതേ അനുഭവം നമുക്ക് ഉള്ളിൽ മാസ്റ്റർ തരുന്നു. ഒരു ഉദാഹരണം പറയാം. ഒരിക്കലും ഒരു വ്യക്തി ബദ്രീനാഥ് ക്ഷേത്രത്തിൽ പോകണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ ബാബുജി മഹാരാജിൻ്റെ അടുത്ത് നിന്ന് കണ്ടിട്ട് വേണം ബദ്രീനാഥ് ക്ഷേത്രത്തിൽ പോകാം എന്ന് വിചാരിച്ചു. ബാബുജി മഹാരാജ് ഷാജഹാൻപൂരിൽ ഒരു ചെറിയൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഷാജഹാൻപൂരിലാണ് ഇപ്പോൾ ലാലാജി മഹാരാജിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ നടക്കുന്നത്. സഹജമാർഗത്തിൻ്റെ ആദ്യ ഗുരുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ. അപ്പോൾ ബാബുജി മഹാരാജ് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ബദ്രീനാഥ് പോകുന്നത്? ഞാൻ അനുഭവം തന്നാൽ പോരെ, എന്നിട്ട് ഇരിക്കൂ, മെഡിറ്റേഷൻ ചെയ്യൂ. അപ്പോൾ ഇദ്ദേഹത്തിന് ബദ്രീനാഥ് പോയ പോലെ തോന്നി എന്നാണ്. നമ്മുടെ ദിവ്യ ദർശനങ്ങൾ എല്ലാം ഇപ്പോൾ ഇവിടെയാണ് ഉണ്ടാകുന്നത്, അല്ല എവിടെയും പോയിട്ടല്ല. എൻ്റെ അച്ഛൻ ഉണ്ടായ സ്ഥലം കണ്ടിയൂർ എന്നറിയപ്പെടും. ഗുരുവായൂരിനടുത്തുള്ള ഒരു സ്ഥലമാണ് കണ്ടിയൂർ. അവിടെ ഒരു നമ്പൂതിരി അന്തർജനം ഉണ്ടായിരുന്നു എന്നാണ് കഥ. അപ്പോൾ അവരെല്ലാ ദിവസവും അല്ലെ റെഗുലറായിട്ട് ഗുരുവായൂരിൽ തൊഴാൻ പോയിരുന്നു. വയസ്സായപ്പോൾ നടക്കാൻ പറ്റാണ്ടേ തുടങ്ങി. അപ്പോൾ അവർ പ്രാർത്ഥിച്ചു, ഭഗവാനെ എനിക്ക് ഇനി വരാൻ പറ്റില്ല, എന്താ ഞാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭഗവാൻ പറഞ്ഞു ഇത്രേ, നിങ്ങളിവിടെ ഇരുന്നാൽ മതി, ഞാൻ നിങ്ങളുടെ മുമ്പിൽ തന്നെ വരും, ഇവിടെ തന്നെ ഞാൻ അവൈലബിളാണ്. അതിനാണ് കണ്ടയൂർ, അതാണ് കണ്ടിയൂർ എന്ന് പറയുന്നത്. ആ ഭക്തൻ ഭഗവാനെ അടുത്തേക്ക് വിളിക്കുന്നു എന്ന് പറഞ്ഞ പോലെയാണ് സഹജമാർഗ സാധന. നമ്മൾ യാത്ര ചെയ്യാൻ പറ്റില്ല, നമുക്ക് പലപ്പോഴും പല സാഹചര്യങ്ങളും എത്തിച്ചേരാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെയൊക്കെ അനുഭവങ്ങൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്നും ഉണ്ടാകുന്നു. നമുക്ക് കമ്പാഷൻ ഉള്ളിൽ നിന്നും ഉണ്ടാകാൻ തുടങ്ങുന്നു.
നമുക്ക് ലോകവുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കഴിവ് ഉള്ളിൽ നിന്നുണ്ടാവാൻ തുടങ്ങുന്നു. നമ്മൾ കൂടുതൽ ലോകമായിട്ടും മനുഷ്യരും ചരാചരങ്ങളുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങും. നമുക്ക് എല്ലാവരോടും ഒരു സമഭാവന, സ്നേഹം. അപ്പോൾ നമുക്ക് ആരെങ്കിലും പറ്റിയിട്ട് എന്തെങ്കിലും വിഷമം തോന്നുന്നുണ്ടെങ്കിൽ, നമ്മളെ ആരെയും വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. സാധാരണ നമ്മളെങ്ങനെ ചിന്തിക്കുക? അയാൾ എന്താ അങ്ങനെ ചെയ്തത്, എന്തൊരു മനുഷ്യനാത് എന്നൊക്കെ ചിന്തിക്കും. ഇപ്പം അങ്ങനെയല്ല ചിന്തിക്കുക. അയാൾക്ക് നന്മ വരട്ടെ, അയാൾ എന്തോ ഒരു വിഷമത്തിൽ കുടുങ്ങി, അയാൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ നമുക്ക് അവരെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ പറ്റില്ല, കാരണം ചെന്നാൽ ചിലപ്പോൾ നമ്മൾ ഉപദ്രവിക്കും. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർ നന്നായിരിക്കട്ടെ, അവർക്ക് നല്ല ബുദ്ധി തോന്നട്ടെ. ഒരു തരത്തിൽ നമുക്ക് വെറുപ്പില്ലാട്ടേ മാറുന്നു. അപ്പോൾ ഈ തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ഉള്ളിൽ കണ്ടു തുടങ്ങാൻ നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ബിക്കമ്മിങ്ങിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എഡ്യൂക്കേഷൻ്റെ പ്രോസസ്സിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രസൻസ് കൊണ്ട് അവിടെ സമാധാനം ഉണ്ടാകുന്നു. നമ്മുടെ പ്രസൻസ് കൊണ്ട് പ്രശ്നമല്ല ഉണ്ടാകുന്നത്. ഒരാൾ വരുമ്പോൾ ടെൻഷനാണ്, ഇനി അയാൾക്ക് എന്തൊക്കെ സൗകര്യം ഉണ്ടാക്കണം. ഒരു കുട്ടി വീട്ടിലുള്ളപ്പോൾ പ്രോബ്ലംസ് ഉണ്ടാവുമെന്ന് വെച്ചാലോ, അവന് അത് പറ്റില്ല, ഇത് പറ്റില്ല, അവനുകൊണ്ട് ഒരുക്കങ്ങൾ നടത്തണം. അതുപോലെ തന്നെ ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യയ്ക്ക് ഒരുപാട് ടെൻഷൻ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു കൺട്രാക്റ്റഡ് ആയിട്ട് മനുഷ്യനാണ്, സെൽഫിഷ്നെസ് നിൽക്കുന്ന ആളാണ്. നേരെ മറിച്ച് ഇഴുകിച്ചേരുന്ന ഒരാൾ അവിടെ ചെന്ന് അതിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ട്, അങ്ങനെ ആളുണ്ട്, കുഴപ്പമില്ല, അവരെ അഡ്ജസ്റ്റ് ചെയ്തോളും. അവരെ സ്നേഹത്തോടെ പരിചരിക്കാൻ എല്ലാവർക്കും തോന്നുന്നു, അവരുടെ അടുത്തിരിക്കാൻ എല്ലാവർക്കും തോന്നുന്നു. ഇതാണ് വേറൊരു മാറ്റം. അപ്പോൾ നമുക്ക് ലോകത്തെ കാണുന്ന ആ വിഷൻ മാറുന്നു, ലോകം നമ്മളെ കാണുന്ന ആ വിഷന് മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു, ബിക്കമ്മിങ്ങിലാണ്. ഭഗവത്ഗീത വായിച്ചാൽ ഇത് വളരെ ഭംഗിയായിട്ട് ഭഗവാൻ പറയുന്നുണ്ട്. സ്ഥിതപ്രജ്ഞൻ്റെയും ഭക്തൻ്റെയും ഗുണാതീതൻ്റെയും സ്വഭാവമാണ് ഇത്. നമ്മൾ അത്രയും സംസ്കൃതം അറിയണമെന്നില്ല, വളരെ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പോൾ സഹജമാർഗ് ഹാർട്ട്ഫുൾനെസ്സിലൂടെ വരുന്ന ഇത്തരം മാറ്റങ്ങൾ നമുക്ക് വേറെ എവിടെയും ലഭിക്കില്ല എന്നുള്ളത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഹാർട്ട്ഫുൾനെസ് തീർച്ചയായിട്ടും ഉൾപ്പെടുത്തണം എന്നുള്ളതിന് ഉള്ളൊരു സൂചന കൂടി ഇതാണ്. എല്ലാവരെയും വീണ്ടും ഹാർട്ട്ഫുൾനെസ് സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.